അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണം. അതിനായിട്ട് ഒരു 5 ബ്രെഡ് എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതേപോലെ എല്ലാത്തിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടില്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇട്ടു, കുറച്ച് സവാള ഇട്ടെടുക്കുക, കുറച്ച് പച്ചമുളക്, കുറച്ച് കാബേജ്, കുറച്ച് ക്യാരറ്റ് ഇട്ടെടുക്കുക, കുറച്ച് ബീറ്റ്റൂട്ട് ഇട്ടെടുക്കുക. ക്ലീനായിട്ട് കേട്ടോ എല്ലാ വെജിറ്റബിളും. മുട്ടൻ്റെ വെള്ള മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മുട്ടൻ്റെ കുഞ്ചി നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം കേട്ടോ. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തി ആണ് കേട്ടോ. ആരോഗ്യത്തിനും പിന്നെ കളർ വെക്കാനും ബ്ലഡ് ഉണ്ടാകാനൊക്കെ മുട്ട ഓരോന്നും ഇതേപോലെ അതിൻ്റെ മഞ്ഞക്കുരു മാറ്റി വെക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കി കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് അറിയാതെ കഴിച്ചു പോകും കേട്ടോ. ഓരോന്നായിട്ട് 4 മുട്ട ഇട്ടെടുത്താണ്. 4 മുട്ട കൊണ്ട് 4 പലഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് 4 ചുട്ടെടുക്കുക. കുറച്ച് കുരുമുളക് കേട്ടോ, കുരുമുളക് തെതിര പൊടിച്ചതാണ്. ഒരു പിഞ്ചുപ്പ് ഇട്ടെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കൈ വെച്ചിട്ടാണ് നല്ലത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പച്ചമുളക് ഞാൻ മറന്നിരുന്നു, വിട്ടുപോയതാട്ടോ പറയാം. ഒരു പച്ചമുളക് കേട്ടോ, കുരുവിനായിരുന്നു കേട്ടോ. കറിവേപ്പില കുരുവിനായിരുന്നു ഇട്ട് കൊടുക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എണ്ണ കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ കൈ മാവ് വീട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ താളിക്കണ ഇതിലാവുമ്പോൾ നല്ല ആ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക, ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് സെൻട്രലായിട്ട് മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മഞ്ഞ വേണ്ടാത്തവർക്കാണെങ്കിൽ അത് ചെയ്യാത്ത ചെയ്യും കേട്ടോ, സ്കിപ്പ് ചെയ്യാം. അതേപോലെ മറിച്ചിട്ട് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ 5 മിനിറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഉണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ, ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോന്നെങ്കിൽ മഞ്ഞപ്പൊരു അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ മഞ്ഞുണ്ണി വെച്ചിട്ട് അതേപോലെ ഇട്ടെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ വെജിറ്റബിളും നമ്മൾ അറിയാതെ കഴിച്ചു പോകും കേട്ടോ. രാവിലെ ഇതേപോലെ ഉണ്ടാക്കിയാൽ അതേപോലെ ഇട്ടെടുക്കുക കേട്ടോ. കണ്ടല്ലേ എന്താ ടേസ്റ്റ് അറിയോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനും ആരോഗ്യത്തിനും ബ്ലഡ് ഉണ്ടാകാനും സ്കിന്ന് കളർ കൂടാനും ഒക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് കഴിച്ചാൽ അന്ന്
നല്ല എനർജിയൊക്കെ കേട്ടോ, ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ.